പാകിസ്ഥാനിൽ നിന്ന് JF-17 വാങ്ങാൻ ഒരുങ്ങുകയാണ് ബംഗ്ലാദേശ്. എന്നാൽ ഈ യുദ്ധവിമാനം ഇന്ത്യയുടെ തേജസിന്റെ 7 അയലത്ത് വരില്ല. പാകിസ്ഥാന്റെ JF-17 യുദ്ധവിമാനം ഇന്നത്തെ കാലത്തിന്റെ വിമാനമാണ് എങ്കിൽ ഭാവിയുടെ യുദ്ധവിമാനം എന്നാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസിനുള്ള വിശദീകരണം. വ്യോമസേനാ മേധാവി BS ധനോവയാണ് ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഭാരം കുറഞ്ഞ ഒറ്റ ഇഞ്ചിനുള്ള പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാകുന്ന JF-17 പാകിസ്ഥാനും ചൈനയും ചേർന്ന് സംയുക്തമാണ് നിർമ്മിച്ചത്. ഒരു വിശകലനം പറയുന്നതനുസരിച്ച് JF-17 എന്നത് തേജസിന്റെ അത്രയും സാങ്കേതിക തികവാർന്നതല്ല എന്നതാണ്. ഇന്നത്തെ യുദ്ധവിമാനമായിരിക്കാം JF-17, കാരണം നമ്മുടേതിനാൽ കൂടുതൽ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ തേജസ് തന്നെയാണ് ഭാവിയിലെ യുദ്ധവിമാനം. അവരുടേതിനേക്കാൾ മികച്ചതാണ് ഭാരതത്തിന്റെ സംവിധാനങ്ങൾ. അവയെ ഭാരതം എങ്ങനെ ഉപയോഗിക്കും എന്നതുപോലെ ഇരിക്കും എന്നാണ് ഈ വിശകലനത്തിൽ പറഞ്ഞിരുന്നത്. ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റായ തേജസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL ആണ് നിർമ്മിച്ചിരിക്കുന്നത്. 2016 ജൂലൈയിൽ ഇന്ത്യൻ വ്യോമസേനയിൽ ഉപയോഗിച്ചു തുടങ്ങിയ വിമാനമാണ് തേജസ്. അതേസമയം തേജസിനെ റഫാലുമായി താരതമ്യപ്പെടുത്താനാകുമോ എന്ന ചോദ്യത്തിന് ഓരോ യുദ്ധവിമാനങ്ങൾക്കും ഓരോ തരത്തിലുള്ളതാണ് എന്നും വ്യത്യസ്ത ശേഷികളാണ് ഉള്ളത് എന്നുമായിരുന്നു മറുപടി. ഭാരം കുറഞ്ഞതും 4ാം തലമുറയിൽപ്പെട്ടതുമായ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ് JF-17 എന്ന് പറയപ്പെടുന്നു.